നമസ്കാരം. KH ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കർണാടക അതിർത്തിയിൽ ഓണം ഉത്സവ സീസൺ പ്രമാണിച്ച് നടക്കുന്ന പ്രത്യേക വാഹന പരിശോധന ആരംഭിച്ചു. ലഹരിക്കടത്തിന്റെ കവാടമായി മാറിയ കൂട്ടുപുഴ വഴി കടന്നുപോകുന്ന ഓരോ വാഹനവും അരിച്ചു പെറുക്കിയാണ് എക്സൈസ് സംഘം കടത്തിവിടുന്നത്. 24 മണിക്കൂറും കർശന പരിശോധനയാണ് നടക്കുന്നത്. സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ച ശേഷം 2 NDPS കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തു. മദ്യം, മയക്കുമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് വിവിധ മാർഗങ്ങളിലൂടെ കൂട്ടുപുഴ വഴി അതിർത്തി കടന്നെത്തുന്നത്. അടുത്ത കാലത്തായി വിവിധ രാസലഹരി ഒഴുക്കും കൂട്ടുപുഴ വഴി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ യുവാവ് പുഴയിൽ ചാടിയ സംഭവവും ഉണ്ടായിരുന്നു. ആശുപത്രി സ്കൂട്ടർ ഓടിച്ചിരുന്ന പിതൃ സഹോദരി കൊടുമ്പ് കരിങ്കരപ്പള്ളി അമ്പലപ്പറമ്പ് ദേവി സുരേഷിനെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദ്രനഗർ മൂകാംബിക വിദ്യാനികേതൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആരതി. സെക്രട്ടേറിയറ്റിന് മുൻപിൽ KSRTC ബസ്സിടിച്ച് സ്ത്രീ മരിച്ചു. ഭർത്താവിനൊപ്പം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഇന്ന് രാവിലെ 10:15 അപകടം. പൊയാട് സ്വദേശി ഗീതയാണ് മരിച്ചത്. ഭർത്താവ് പ്രദീപിനൊപ്പം KSRTC ബസ്സിലെത്തിയ ഇവർ സ്റ്റാച്യുവിലെ സ്റ്റോപ്പിൽ വന്നിറങ്ങി. ശേഷം അതേ ബസ്സിന് മുന്നിലൂടെ റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. മുന്നോട്ടെടുത്ത ബസ് ഗീതയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി. പോലീസ് എത്തിയ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാളെ മലപ്പുറം തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ വടക്കഞ്ചേരി സ്വദേശിയായ അക്ബറാണ് പിടിയിലായത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വിൽപ്പനശാലയിലെ ജീവനക്കാരനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. നടൻ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ താൽക്കാലികമായി സ്റ്റേ അനുവദിച്ച ഹൈക്കോടതി. നിവിൻ പോളി സംവിധായകൻ എബ്രിഡ് ഷൈൻ എന്നിവർക്കെതിരെയുള്ള കേസിൻ്റെ നടപടികളിലാണ് സ്റ്റേ. പുതിയ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 കോടി രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു കേസ്. തലയോലപ്പറമ്പ് പോലീസാണ് കേസെടുത്തത്. ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതിനിടെ ചരക്ക് വിമാനത്തിൻ്റെ എഞ്ചിന് തീപിടിച്ചു. മലേഷ്യയിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയ വിമാനത്തിൻ്റെ 4ാമത്തെ എഞ്ചിനാണ് തീപിടിച്ചത്. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പൈലറ്റ് എയർ ട്രാഫിക് വിഭാഗത്തിന് വിവരം നൽകി. പെട്ടെന്ന് തന്നെ വിമാനം ലാൻഡ് ചെയ്തു. തയ്യാറായി നിന്ന അഗ്നിശമന ടീം അതിവേഗം തീയണച്ച് വൻ അപകടം ഒഴിവാക്കി. മലേഷ്യൻ നഗരമായ ക്വാലാലംപൂരിൽ നിന്നും എത്തിയ ചരക്ക് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകട കാരണം വ്യക്തമല്ല. ജാർഖണ്ഡ് ലോകതാന്ത്രിക് ക്രാന്തികാരി മോർച്ച നേതാവ് സൂര്യ ഹൻസദ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. മുൻ BJP നേതാവ് കൂടിയായ സൂര്യ വിവിധ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ദിയോഘറിൽ നിന്ന് ഗോഡായിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം പോലീസിൻ്റേത് ആസൂത്രിതമായ ഏറ്റുമുട്ടലാണെന്ന് ഹൻസദയുടെ ഭാര്യയും അമ്മയും ആരോപിച്ചു. മൃതദേഹം സ്വീകരിക്കാനും കുടുംബം വിസമ്മതിച്ചു. സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയിൽ വെച്ച് നടത്തിയ ആണവ ഭീഷണിക്ക് പിന്നാലെ ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി ആവർത്തിച്ച് പാകിസ്ഥാൻ. മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ ഏപ്രിൽ 22 പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിയാണ് ഭൂട്ടോ വിമർശിച്ചത്. ഇന്ത്യ വെള്ളം നൽകാതിരുന്നാൽ യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്ന് നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രവൃത്തികൾ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സിന്ധ് സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് ഭൂട്ടോ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.